ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസ്സ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾ രണ്ടുപേരും ഒരുപാട് ദിവസമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പിസ്സ എന്നുള്ളത്. ഞാൻ ഒരു പിസ്സ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ കരുതി എന്തായാലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദയും കുറച്ച് ഈസ്റ്റ്, ഷുഗർ, സോൾട്ട്, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, കുറച്ച് വാം വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ എടുത്തിട്ടുണ്ട്. ഒറിഗാനോ ഓപ്ഷണലാണ്, അത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇവിടെ മക്കൾക്ക് ഒറിഗാനോൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലായിക്കുക അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ പിസ്സയ്ക്ക് വേണ്ട പിസ്സ ബേസ് എന്നാണ് പറയുക, അത് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മൈദയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. പിന്നെ ഒറിഗാനോ ആഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ഉള്ളൂ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ കേട്ടോ. ഇങ്ങനെ കുഴച്ചെടുക്കുന്ന മാവ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം ഒരു 2 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. കാരണം നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 2 ഹവറെങ്കിലും വെച്ചാലേ ഉള്ളൂ നമുക്ക് വേണ്ട രീതിയിൽ അതൊന്നും ഇങ്ങനെ പൊന്തിയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനത് നല്ല രീതിയിൽ കുഴച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് വേണ്ട ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രോയിലർ ചിക്കനാണ് എടുത്തേക്കുന്നത്, ബോൺലെസ് ആണ്. അത് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, അതേപോലെ തന്നെ കുറച്ച് കാശ്മീരി, കുറച്ച് കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പുപൊടി, ഇത്രയും കാര്യങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കാശ്മീരിയൊക്കെ ഞാൻ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം ഇവിടെ മക്കൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് അപ്പോൾ ഞാൻ അത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കാശ്മീരിയും കാര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കുഴച്ചിട്ട് അവിടെ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ചിക്കൻ നല്ല രീതിയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിലൊരു പാന് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്തത്. എന്നിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സോസ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ നമുക്ക് അവിടെ മാറ്റി വെക്കാം കേട്ടോ. ശേഷം ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് നമുക്ക് നോക്കാം. ഞാൻ ആകപ്പാടെ ഇവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുള്ളൂ, കാരണം ഒരുപാട് വെജിറ്റബിളൊന്നും നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ക്യാപ്സിക്കം 3 കളറിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കുരു കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടുക കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഓരോരുത്തർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യുക. ഞാനിവിടെ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തോന്ന് മാത്രം. പിന്നെ നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കുന്നത് ഗ്യാസിലാണ്, അതുകൊണ്ട് തന്നെ സോസ് പാൻ എടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പിസ്സ ബേസ് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ സോസ് പാനിൽ വെച്ചിട്ട് കൈകൊണ്ട് കറക്റ്റ് സോസ് പാൻ്റെ വലുപ്പത്തിലൊന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ സോസൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ പിസ്സ സോസിന് പകരം എടുത്തേക്കുന്നത് നമ്മുടെ ഇപ്പിയുടെ കൂടെ കിട്ടുന്ന സോസും അതേപോലെ ടൊമാറ്റോ സോസും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ. കാരണം പിസ്സ സോസിന് ഭയങ്കര എരിവാണ്. അപ്പോൾ കുട്ടികളെ വിചാരിച്ചിട്ടാണ് മെയിനായിട്ട്, അവർക്ക് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റണമല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞ 2 സോസ് കൂടി ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചെയ്യുന്നത്, വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഒന്ന് കൈകൊണ്ട് 2 പീസാക്കിയിട്ട് എല്ലാ ഭാഗത്തും നിറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്കൊക്കെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിത് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടി മക്കൾ 2 പേരും വന്നിട്ടുണ്ട്. അവർ ടി വി കാണുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ 2 പേരും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിട്ട്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ലയിച്ചിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്, ചിക്കൻ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്യുന്നത് നമ്മുടെ സാധാരണ മിൽമയുടെ ചീസിൻ്റെ ഷീറ്റില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ പിസ്സയുടെ എല്ലാ ഭാഗത്തും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൊസറല്ല ചീസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിത് ഒന്നാമത് പിസ്സ ഉണ്ടാക്കുന്നത് നീണ്ടു പോകാനുള്ള മെയിൻ കാരണം, നമുക്കിവിടെ നാട്ടിൽ ഈ ഒരു മൊസറല്ല ചീസ് അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചപ്പോൾ അവിടെയൊന്നും ഈ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം കൊണ്ടുവച്ചിട്ട് ആരും വാങ്ങാത്തത് കൊണ്ട് അവർ കൊണ്ടുവെക്കുന്നില്ല. ഇതന്നെ ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴാണ് അവർ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ചീസ് വെച്ചതിന് ശേഷം നമ്മൾ ഒറിഗാനോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യുക.
പിന്നെ ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്താണ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ കുട്ടിക്കായതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഈ മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ. അപ്പോൾ നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്യാസിലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സോസ് പാൻ കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ലോ ആക്കി വെക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ അടപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ എന്താ പറയുക പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അത് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതാ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മിനിമം വെക്കുക. അതിന് ശേഷം അടിയിൽ വെച്ച പാൻ എടുത്ത് മാറ്റിയിട്ട് ഡയറക്റ്റ് ഇത് ഗ്യാസിൽ വെച്ചിട്ട് വേറൊരു അലൂമിനിയം അടപ്പ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് ദോശക്കല്ല് ഇതിൻ്റെ മുകളിലെടുത്ത് വെക്കുക. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പിസയുടെ മുകളിലുള്ള ചീസും കാര്യങ്ങളൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ എന്തായിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യണം, കാരണം നമ്മൾ മുകളിൽ മാത്രമാണല്ലോ വേവിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂട് വിട്ടതിന് ശേഷം ഞാൻ എടുത്തിട്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും കരിഞ്ഞൊന്നും പോകാണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ ഏട്ടനോട് കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.